തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. വിളപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീൻ ആണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിൽ എത്തിച്ച രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ തയ്യാറായില്ലെന്നും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നു. വിളപ്പിൽശാല മെഡിക്കൽ ഓഫീസർക്കാണ് കുടുംബം പരാതി നൽകിയത്. 19-ാം തീയതി പുലർച്ചെയാണ് ബിസ്മീറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതായത് ഇത് സാമൂഹികാരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ എത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു ബിസ്മീറിനെ ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. എന്നാൽ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി തവണ ബെല്ലടിച്ചിട്ടും ഈ ഉറക്കത്തിലായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരും തന്നെ ഗേറ്റ് തുറക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് ഭാര്യയായിട്ടുള്ള ജാസ്മിൻ പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും ഉണർന്നു വന്നെങ്കിലും വാതിലുകൾ പൂട്ടിയിരുന്നതിനാൽ പെട്ടെന്ന് തുറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണവും ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് ഇയാൾ ഗുരുതരമായിട്ടുള്ള ശ്വാസ തടസ്സമാണ് അനുഭവിച്ചിരുന്നത് എന്നുള്ളത്. എന്നിട്ടും നിരവധി തവണ വിളിച്ചതിന് ശേഷമാണ് ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. പട്ടിയുടെ ശല്യം ഉണ്ടായതിനാൽ രാത്രികാലങ്ങളിൽ പട്ടിയുടെ ശല്യം ഉണ്ടായതിനാലാണ് ഗേറ്റ് അടച്ചിടുന്നത് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതരുടെ ഒരു വാദം ഉണ്ടായിരുന്നത്. ഇതിലെന്തായാലും പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. പരാതി എന്തായാലും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് ആശുപത്രി ഗേറ്റ് പൂട്ടിയിട്ടില്ല എന്നും തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് ഈ ഡോക്ടർ രമ അതായത് DMO മെഡിക്കൽ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് നേരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അക്ഷയ, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടത്. ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഈ സമയത്ത് ഡോക്ടർ ഉണ്ടോ? ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇത് ലഭിച്ചിട്ടില്ല. എന്തായാലും CPR പോലും കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഭാര്യ ആരോപിക്കുന്നത്. അതായത് ശ്വാസ തടസ്സമാണ്, ഗുരുതരമായിട്ടുള്ള ഒരു ശ്വാസ തടസ്സമാണ് അനുഭവപ്പെട്ടത്. ഗേറ്റ് തുറക്കാൻ എന്തായാലും അവർ വൈകിപ്പിക്കുകയും ചെയ്തു. അതായത് ഡ്യൂട്ടിയിലുള്ളവരെല്ലാം തന്നെ ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഗേറ്റ് തുറന്നതിന് ശേഷമുള്ള ആ കോമ്പൗണ്ടിലെ അകത്തുള്ള ദൃശ്യമാണോ അതോ അതിന് പുറത്തുള്ളതാണോ? അതെ. അതായത് ഇയാൾ എത്തുന്ന തൊട്ടുള്ള ദൃശ്യങ്ങളാണ്. അകത്തേക്ക് കയറിയതിന് പ്രവേശിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ഗേറ്റ് തുറന്നു കൊടുത്തത്? അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു രോഗി ഇവിടെ എത്തിയ കാര്യം. സെക്യൂരിറ്റി ജീവനക്കാർ, അതായത് സെക്യൂരിറ്റിയും മറ്റു ജീവനക്കാരും ഈ ബെല്ലടിച്ചപ്പോൾ ഉറക്കത്തിലായിരുന്ന സെക്യൂരിറ്റിയും മറ്റു ജീവനക്കാരും ഉണർന്നിരുന്നു. അവരാണ് ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. പക്ഷേ വാതിലുകൾ പൂട്ടിയിരുന്നു. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നു. ഈ വാതിലുകൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തുറക്കാത്തതിനാലാണ് അത്രയും നേരം രോഗിക്ക് ബിസ്മീറിന് അവിടെ നിൽക്കേണ്ടി വന്നത്. അങ്ങനെയാണ് പിന്നീട് അവർ തുറക്കുകയും അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഗുരുതര ശ്വാസ തടസ്സം അയാൾക്ക് അനുഭവപ്പെടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല എത്തിയതിനു ശേഷം CPR നൽകുന്നതിലടക്കം വീഴ്ച വരുത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണവും ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഈ ബിസ്മീറിന്റെ മരണം അവിടെ വെച്ച് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുമ്പോഴായിരുന്നു? ബിസ്മീറിന്റെ മരണം അവിടെ തന്നെ, അതായത് മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴിയാണ് ബിസ്മീർ മരിച്ചത്. ബിസ്മീറിനെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടും വഴിയാണ് മരിച്ചത്.